ശ്രീമന്നാരായണീയത്തിലെ 90-ാം ദശകം വിഷ്ണു മഹത്വ സ്ഥാപനമാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. 37-ാം ദശകം മുതൽ 90 വരെ ശ്രീകൃഷ്ണൻ്റെ ലീലകളാണ്. അതിൽ ഈ 90-ലാണ് വിഷ്ണുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എന്തെല്ലാം കഥകൾ നമ്മൾ കേട്ടു അതൊക്കെ ഓർമ്മ വരണം. അത് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ ശ്ലോകം അങ്ങനെ വെച്ചിരിക്കുന്നത്. അന്യാർത്ഥത്തോടുകൂടി നമുക്ക് നോക്കാം. ചിലതിൽ അന്യാർത്ഥം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഭൃഗഭൃഗുമുനി മോഹിന്യംബരീഷാദിവൃത്തേഷു അയി തവ ഹി മഹത്വം സർവസർവാദിജൈത്രം സ്ഥിതമിഹ പരമാത്മൻ നിഷ്കളാർവാഗഭിന്നം കിമപി യദവഭാതം തഥിരൂപം തവൈവ. ഭഗവാന്റെ അനേകം ലീലകൾ നമ്മൾ കണ്ടു. അതിൽ ഒരു 4-5 മാത്രമാണ് എടുത്തു പറഞ്ഞത്. വൃഗാസുരൻ്റെ കഥ, ഭൃഗമുനിയുടെ കഥ, മോഹിനിയുടെ കഥ, അംബരീഷിൻ്റെ കഥ. ആദിവൃത്തേഷു എന്നീ വൃത്തങ്ങളിൽ, എന്നീ ചരിത്രങ്ങളിലെല്ലാം. അപ്പോൾ നമ്മൾ മറ്റൊക്കെ ഓർമ്മ വെച്ചോളാം. ആ ഭഗവാനെയാണ് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പ്രതിഷ്ഠിക്കാനുള്ളത്. ആണ് മേൽപ്പത്തൂർ പറയുന്നത്. എല്ലാവരുടെയും ഭഗവാനായിരിക്കുന്ന ആളാണ് ഗുരുവായൂരപ്പൻ. ഓരോ കഥകൾ നമുക്ക് മെല്ലെ മെല്ലെ നോക്കാം. അദ്ദേഹം പറഞ്ഞതായ ആൾക്കാരുടെ കഥ അവിടെ ഇരിക്കട്ടെ. അതിനു മുമ്പ് നമുക്ക് തുടക്കം മുതൽ എടുക്കാം. 52-ാമത്തെ ദശകത്തിലാണ് വത്സസ്ഥേയത്തിൽ ബ്രഹ്മാവിനെ ജയിക്കുന്നത്. അപ്പോൾ ആ കഥ ഓർമ്മ വരണം. ഭഗവാനെ, കൃഷ്ണനെ പരീക്ഷിക്കാൻ വേണ്ടി ബ്രഹ്മാവ് ആ പശുക്കുട്ടികളെ മറക്കുകയാണ്. ഇവരെല്ലാവരും കൂടി പോയി ആഹാരം കഴിക്കാനിരിക്കണു. അപ്പോഴാണ് കുട്ടികൾ പറഞ്ഞത്, അയ്യോ നമ്മുടെ പശുക്കളെ കാണാനില്ല, ഞങ്ങൾ പോയിട്ട് വരാം. വേണ്ട നിങ്ങളവിടെ ഇരിക്കും. ഇതുകൊണ്ട് കൃഷ്ണന് മനസ്സിലായി ഇത് ബ്രഹ്മാവിൻ്റെ പണിയാണ്. അപ്പോൾ താൻ ഇരിക്കുമ്പോൾ ഈ കുട്ടികളെ മറക്കാൻ പറ്റില്ല. അപ്പോൾ താൻ തന്നെ പൊക്കളയാവുന്നതാണ്. അങ്ങനെ ഞാൻ അന്വേഷിക്കുക എന്ന് പറഞ്ഞ് ഭഗവാൻ എണീച്ചപ്പോൾ കുട്ടികളെയും മറച്ചു. ഇപ്പോൾ രണ്ടുപേരും ഇല്ല, കുട്ടികളും ഇല്ല. ഭഗവാൻ തന്നെ എല്ലാമായി. പശുക്കുട്ടികളായി, ഗോപക്കുട്ടികളായി. അവരെന്തെല്ലാം വസ്തുക്കൾ കൊണ്ടുവന്നുവോ അതെല്ലാമായി. എല്ലാം ഭഗവാൻ മാത്രമാണ്. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ ഒന്നുമില്ല. ആ ഭഗവാനെ നമ്മൾ പേര് കൊടുത്തത് ബ്രഹ്മം. സർവം ഖലിതം ബ്രഹ്മ നേഹനാനാസ്തി കിഞ്ചന ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപരഃ എന്ന് ഛാന്തോക്യ ഉപനിഷത്തിൽ പറയുന്ന ആ ഉപനിഷത്തിൻ്റെ ആദ്യത്തത് സർവം ഖലിതം ബ്രഹ്മ. അതാണ് ഉപനിഷത്തിൽ അത്രേ പറയുന്നുള്ളൂ. ഇതം സർവം ബ്രഹ്മ ഖലു. എന്തെല്ലാം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നുണ്ടോ അത് ആ ബ്രഹ്മമാണ്. ആ ബ്രഹ്മമാണിപ്പോൾ ഗുരുവായൂരപ്പനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതിനൊരു വ്യാഖ്യാനമായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞതാണ് അടുത്ത 3 വരി. നേഹനാനാസ്തി കിഞ്ചന. ഉണ്ണികളെ, ഇവിടെ നാനാ കിഞ്ചന നാസ്തി, പലതല്പം പോലുമില്ല. എന്താ ഗുരു പറയണത്? ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലയെന്നെങ്ങനെയാണ് പറയണത്? അതെ, മനസ്സിലായി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ബ്രഹ്മസത്യം ജഗന്മിഥ്യ. തീരെയില്ല എന്നല്ല, ബ്രഹ്മം മാത്രമാണ് 3 കാലത്ത് നിലനിൽക്കുന്നത്. മറ്റതൊക്കെ ഉണ്ടായി നിലനിന്ന് നശിക്കും. ജീവോ ബ്രഹ്മൈവ നാപരഃ. നമ്മൾ ഓരോരുത്തരും, ആ ജീവാത്മാക്കളായ നമ്മൾ ഓരോരുത്തരും ആ ബ്രഹ്മം തന്നെ വേറെ ആരുമല്ല.
ഇതാണ് നമുക്ക് ഉറയ്ക്കാനുള്ളത്. ഭഗവാൻ ഒന്നേ ഉള്ളൂ, രണ്ടില്ല. ആ ഏകനായ ഭഗവാനിൻ്റെ മായയെ ആശ്രയിച്ചിട്ടാണ് ഈ പലതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ പലതുണ്ടെന്ന് തോന്നുന്നത് വെറും മായാഭ്രമമാണ്. ആ ഭ്രമത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അപ്പോൾ എല്ലാം ഭഗവാൻ മാത്രം. അങ്ങനെ അവർ ഒരു കൊല്ലക്കാലം ഗോകുലത്തിൽ പോയി ആ പശുക്കളെയും ഗോപിമാരെയും എല്ലാവരെയും ആനന്ദിപ്പിച്ചു. ബലരാമൻ ഈശ്വരാംശമാണ്, പക്ഷെ അറിഞ്ഞില്ല. 4 or 5 ദിവസം ഉള്ളപ്പോഴാണ് അറിയണത്. അപ്പം കൃഷ്ണൻ്റെ മുഖത്ത് നോക്കി, ഞാൻ തന്നെയാട്ടാ. അതായത് എപ്പോഴാണോ ഈ കുട്ടികളിങ്ങനെ പോകുന്നത്, ആ പശുക്കൾ എപ്പോഴാണ് ഈ കുട്ടികളെ കണ്ടത്, ആ പശുക്കൾ ഓടി ഇവരുടെ അടുത്തേക്ക് വന്നു. അവരെ തല്ലാൻ വേണ്ടി ഗോപന്മാർ വന്നു. അവിടെ തങ്ങളുടെ കുട്ടികളെ കണ്ടു, വടി അവിടെയിട്ട് കുട്ടികളെ എടുത്ത് ലാളിക്കാൻ തുടങ്ങി. ഇതെന്താ ഇത്, ഇവരോട് ഇത്രയൊരു സ്നേഹം? അപ്പോഴാണ് കൃഷ്ണനെ നോക്കി കൃഷ്ണൻ. അപ്പോൾ ബലരാമന് മനസ്സിലായി. വെറും ഒരു കൊല്ലക്കാലം, ഈ ഒരു കൊല്ലക്കാലം ബ്രഹ്മാവിന് എത്രയുണ്ട്? ഒരു നിമിഷം, അത്രയേ ഉള്ളൂ. അത്രയും കൂടി ഇല്ല. ബ്രഹ്മാവ് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ മറച്ച കുട്ടികൾ അവിടെ ഇരിക്കണു. ഇതേതാണ്? പുതിയ കുട്ടികൾ, പുതിയ പശുക്കൾ, ഏതാണ്? മനസ്സിലായില്ല. അപ്പോഴാണ് ഇത് ഭഗവാന്റെ മായയാണെന്ന് മനസ്സിലായി. താഴത്തേക്ക് ഇറങ്ങി വന്ന് ഭഗവാൻ ബ്രഹ്മാവിനെ, ഭ്രമിച്ചിരിക്കുന്ന ബ്രഹ്മാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി താൻ സൃഷ്ടിച്ചതിനെയൊക്കെ മാറ്റി. അങ്ങനെ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നു. അപ്പോൾ 52ാമത്തെ ദശകത്തിൽ ആ വത്സസ്ഥേയത്തിൽ ബ്രഹ്മാവിനെ ജയിച്ചു. എല്ലാ ദേവന്മാരെയും ജയിക്കുന്നതാണ്. അതാണ് മൃഗാസുരൻ, മൃഗമുനി, മോഹിനി, അംബരീഷൻ മാത്രമല്ല, സർവദേവന്മാരെയും ശർവാദിജൈത്രം ശിവൻ മുതലായ എല്ലാവരെയും ജയിക്കുന്നതായ മഹത്വമാണ് ഈ ഗുരുവായൂരപ്പന് ഉള്ളത്. അഗ്നിദേവനെ ജയിച്ചു. 2 സമയത്താണ് അഗ്നിപാനം ചെയ്തത്. കാളിയമർദ്ദനം കഴിഞ്ഞ് കാട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങിയപ്പോൾ ചുറ്റും അഗ്നി കൂട്ടിയിരുന്നു. അതങ്ങോട്ട് കത്തിപ്പിടിച്ചു. അപ്പോൾ ആ സമയത്ത് ഗോപന്മാർ വന്ന് ആ അഗ്നിയെ കെടുത്താൻ വേണ്ടിയും, പിന്നെ ഒരു പാമ്പും അന്ന് അവിടെ കാലിൽ കടിക്കുകയുണ്ടായി. അതിനെ ഇതാവാൻ വേണ്ടി അഗ്നി കൊണ്ട് കുത്തുകയുണ്ടായി. ഒന്നുകൊണ്ടും ഭേദമാവണില്ല. അപ്പോഴാണ് ഭഗവാനെ വിളിച്ച് ഭഗവാൻ വന്ന് മെല്ലെ ആ അഗ്നിയെ കെടുത്തിയും പാമ്പിനെ കാൽ ചവിട്ടി അവന് മോക്ഷം കൊടുത്ത് പോവുകയും ചെയ്തത്. അത് 58ാമത്തെ ദശകത്തിലാണ് അവിടെ ആ അഗ്നിയെ മുഴുവൻ പാനം ചെയ്തതായിട്ട് കാണിക്കുന്നത്. വീണ്ടും ഇത് മുതിർന്നവർ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി പ്രളംബാസുര വധത്തിൽ വീണ്ടും ഭഗവാൻ അഗ്നിയെ പാനം ചെയ്തു. അങ്ങനെ അഗ്നിദേവനെയും ജയിച്ചു. ഇന്ദ്രനെ 2-3 തവണയാണ് ജയിച്ചത്. ഗോവർദ്ധന യാഗത്തിൽ ജയിച്ചു. അത് 62ാമത്തെ ദശകത്തിലാണ്. ഗോകുലത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതായ ഇന്ദ്രൻ മഴ പെയ്യിച്ചിട്ട് ഭഗവാൻ ഗോവർദ്ധനത്തിനെ പൊക്കി എല്ലാവരെയും രക്ഷിച്ചു. ഇന്ദ്രൻ വന്ന് കാലുപിടിച്ചു. രണ്ടാമതായിട്ട് സത്യഭാമയോടുകൂടി സ്വർഗത്തിൽ പോയതായ സമയത്ത് പാരിജാതത്തിനെ അപഹരിച്ചു.
അപ്പോൾ ഇന്ദ്രൻ വന്ന് യുദ്ധത്തിന് വന്നു. അവിടെയും ഇന്ദ്രനെ തോൽപ്പിച്ച് പാരിജാതവും കൊണ്ട് വന്ന് സത്യഭാമയുടെ ഗൃഹത്തിലത് നടുകയുണ്ടായി. കഥ മുഴുവൻ നമ്മൾ ഓർമ്മ വയ്ക്കണം, എല്ലാം ഓർമ്മ വയ്ക്കണം. അതിനുവേണ്ടിയാണ് ഈ 90ാമത്തെ ദശകം. വിഷ്ണു മഹത്വ സ്ഥാപനം. എല്ലാറ്റിലും ഈ വിഷ്ണുവിൻ്റെ മഹത്വത്തെ ഉറപ്പിക്കുകയാണ്. വരുണനെ അന്ന് പ്രജാപതിമാരിൽ വെച്ച് മുഖ്യൻ വരുണനാണ്. ആ വരുണനെയും ജയിച്ചു. എങ്ങനെയാണ്? ഒരു ഏകാദശി കഴിഞ്ഞ് ദ്വാദശിക്ക് നന്ദഗോപര് നേരത്തെ കുളിക്കാൻ പോയി. അപ്പോൾ വരുണഭൃത്യൻ പിടിച്ചു കൊണ്ടുപോയി, വിഭാവരിയിലേക്ക് കൊണ്ടുപോയി. രാവിലെ ആയപ്പോൾ നന്ദഗോപരെ കാണാനില്ല. എല്ലാവരും കരയാൻ തുടങ്ങി. കൃഷ്ണൻ പറഞ്ഞു, വേണ്ട, കരയണ്ട, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ കൃഷ്ണൻ വന്ന് മുങ്ങി ആ വിഭാവരിയിലെത്തി. എത്തുമ്പോഴേക്ക് വരുണൻ വന്ന് സ്വീകരിച്ചു. ക്ഷമിക്കണം, അങ്ങയെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ അച്ഛനെ അങ്ങോട്ട് എത്തിക്കാഞ്ഞത് എന്ന് പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ചു, പൂജിച്ചു. നീ കൊണ്ടുപോയിക്കോളൂ, അച്ഛനെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നന്ദനെ അപഹരിച്ചതിൽ വരുണനെയും ജയിച്ചു. പിന്നെ രാസക്രീഡ. 110 കോടി ഗോപികളുമായി രമിച്ച കഥയാണ് രാസക്രീഡ. പണ്ഡിറ്റ് ഗോപാലൻ നായരാണ് പറയുന്നത്. 110 കോടി ഗോപികളുണ്ടായിരുന്നു. അരണി ഗോപികൾ അന്നത്തെ ജനസംഖ്യയാണ്, അത്രയേ ഉള്ളൂ. എല്ലാ ജനങ്ങളെയും രമിപ്പിക്കുന്നത് ഈ ഭഗവാൻ മാത്രമാണ്. അവരുടെ ഹൃദയത്തിലിരുന്ന് അവർക്ക് പരമാനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ആളാണ്. അതാണ് രാസക്രീഡ. ഈ ബ്രഹ്മാനന്ദത്തിനെ അവരുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് നിറയ്ക്കുകയാണ്. അത് എങ്ങനെയാണ്? സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ, നൃത്തത്തിലൂടെ ആണ് ആവിഷ്കരിച്ചത്. ആ തത്വം അങ്ങോട്ട് പറഞ്ഞാൽ പോരെ, എന്തിനെങ്ങനെ സ്ത്രീ പുരുഷ ബന്ധം കാണിച്ചത് എന്ന് മിക്ക ആൾക്കാരും ചോദിക്കും. അധികം പേർക്കും സ്ത്രീ പുരുഷ ബന്ധത്തിലാണ് താല്പര്യം. അതാണ് 650 കോടി ജനങ്ങളാണ് ഇന്ന് നമ്മുടെ ലോകത്തിലുള്ളത്. ആ സ്ത്രീ പുരുഷ ബന്ധത്തിൽ താല്പര്യമില്ലാത്തവരെ എടുത്തു നോക്കിയാൽ വളരെ കുറച്ചായിരിക്കും, വളരെ കുറച്ച്. ആ താല്പര്യം അത് കാരണം ആ സ്ത്രീ പുരുഷ ബന്ധത്തിനെ കാണിച്ച് അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത്. അവരെ സ്പർശിച്ചിട്ടില്ല, അതാണ്. അവരൊക്കെ സൂക്ഷ്മ ശരീരങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ സ്ഥൂല ശരീരം ഗൃഹത്തിൽ തന്നെ ഇതാവുന്നു. ആചാര്യന്മാർ ഒരു കഥ പറയും. ഗുരുവായൂർ ഒരു സപ്താഹം നടക്കുകയാണ്. അപ്പോൾ അടുത്ത് തന്നെ താമസിക്കുന്ന ഒരു അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മയ്ക്ക് സപ്താഹം എന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. ഇപ്പോൾ വയസ്സ് 90 കഴിഞ്ഞിരിക്കുന്നു. മൂത്ത മകൻ 60 വയസ്സ്. എടാ കുട്ട, സപ്താഹമാണ്, ഇനി ഒന്ന് അവിടെ കൊണ്ടിരുത്തു. തൊള്ളയ്ക്ക് പോകും. സപ്താഹത്തിന് പോകാണ്ടയാണ് എന്ന് പറഞ്ഞപ്പോൾ മിണ്ടാട് അവിടെ ഇരുണ്ടുകൂടി കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇത്ര വയസ്സായില്ലേ, ഞാൻ അങ്ങനെ ദുഃഖിപ്പിക്കാൻ പാടില്ലായിരുന്നു, വരുന്നതല്ലേ, പോവാ എന്ന് പറഞ്ഞ് നല്ല മുണ്ടൊക്കെ എടുത്ത് കൊടുത്ത് ഇതായി കൊണ്ടുവന്ന്, വീഴരുത് കേട്ടോ, മെല്ലെ പടി അങ്ങോട്ട് കടത്തി, മൂലയിൽ പോയിരുന്നുള്ളൂ, ഞാൻ പുറത്തുണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ പുറത്തെന്താ ചെയ്യണേ? ഇതാണ്. ഇതിലൊന്നും താല്പര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഉള്ളിൽ പലതും. ഒരു ഗോപി വന്ന് അവൻ്റെ കയ്യിൽ ചുംബിച്ചു, മറ്റൊരു ഗോപി വന്ന് മുഖത്ത് ചുംബിച്ചു, ഭഗവാന്റെ വായിലുള്ള താമ്പൂല സർവ്വത്തിനെ സ്വീകരിച്ചു.
അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചു. എടാ, ഇതാണ് ഭാഗവതം. അമ്മ അറിയാണ്ട് മെല്ലെ വന്ന് പിന്നാലെ ഇരുന്ന് മുഴുവൻ കേട്ടു. എന്തിനു പറയണു? വലിയൊരു ഭാഗവത ആചാര്യനായി അദ്ദേഹം. അതിലൂടെയാണ്, രാസക്രീഡയിലൂടെയാണ് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി. അല്ലാണ്ട് ഈ ഇവരെ ആരെയും, ഗോപിമാരെ ആരെയും ഭഗവാൻ തൊട്ടിട്ടില്ല. രേതസ് സ്ഖലിക്കാതെയാണ് ആ നൃത്തവും മറ്റും ചെയ്തത്, രാസക്രീഡ നടത്തിയത് എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ എന്തിനു വേണ്ടി വ്യാസഭഗവാൻ ഈ വിധത്തിൽ വെച്ചു? ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി, ഭാഗവതത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി. ആകർഷിച്ച് വന്ന് ഇപ്പോൾ ഭാഗവതത്തിൻ്റെ തത്വം മനസ്സിലാവണോ, പിന്നെ അവർക്ക് യാതൊരു വിധത്തിലുള്ളതായ ബുദ്ധിമുട്ടുകളും ഇല്ല. ആ ഭഗവാനിൽ എന്തെന്നില്ലാത്ത ശ്രദ്ധയുണ്ടാവും. അപ്പോൾ മറ്റേ കാമദേവനെയും ജയിച്ചു. കാമദേവൻ ഇല്ലെങ്കിൽ അതല്ലേ, കാമദേവനല്ലേ നമ്മളെല്ലാവരെയും ഭ്രമിപ്പിക്കേണ്ട ആൾ, സ്ത്രീ പുരുഷ ബന്ധത്തിലേക്ക് നമ്മളെ വലിക്കുന്ന ആൾ. ആ കാമദേവനെയും ജയിച്ചു. തൊടാതെ കണ്ട്, അതാണ് രേതസ് സ്ഖലിക്കാതെ കണ്ട് അവർക്ക് പരമാനന്ദത്തിനെ പ്രദാനം ചെയ്തു. ഇനി കാലനെ ജയിക്കുന്നത് തന്നെ പഠിപ്പിച്ചതായ സാന്ദീപനി മഹർഷി. അദ്ദേഹത്തിൻ്റെ പുത്രൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. 64 ദിവസത്തെ തൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, ഞാൻ എന്താണ് ദക്ഷിണ തരേണ്ടത്? അപ്പോഴേക്ക് ഈ കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും മാഹാത്മ്യം മഹർഷി മനസ്സിലാക്കി കഴിഞ്ഞു. ഇങ്ങനെ എൻ്റെ ഒരു പുത്രൻ പോയിട്ടുണ്ട്, അവനെ കിട്ടിയാൽ വേണ്ടില്ല. ഇതാ വരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി വന്ന് ആദ്യം മുങ്ങിയ സ്ഥലത്ത് അവിടെ പോയി മുങ്ങി നോക്കി. വരുണൻ വന്നു. ആ സമയത്തേക്ക് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പഞ്ചജനന് പേരായ ഒരു അസുരൻ തിന്നിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് അവനെ അടിച്ചു കൊന്നു. പക്ഷെ അവനെടുത്തിട്ടില്ല. അവൻ്റെ ആ ശരീരത്തിനെ ശങ്കാക്കി. അപ്പോഴാണ് പാഞ്ചജന്യം ഉണ്ടാക്കിയത്. അങ്ങനെ യമലോകത്തിൽ പോയി കാലനോട് ആജ്ഞാപിക്കുകയാണ് ചെയ്തത്. എൻ്റെ ഗുരുവിൻ്റെ പുത്രൻ ഇവിടെ വന്നിട്ട് ഇതെൻ്റെ നിർദ്ദേശമാണ്, അവനെ കൊണ്ടുവരണം. അങ്ങനെ ആ പുത്രനെ കൊണ്ടുവന്ന് ഗുരുവിനെ കൊടുത്തു. പുനർദത്തൻ. നോക്കണേ, അവന് കൊടുത്തിരിക്കുന്ന പേര് പുനർദത്തൻ, പിന്നീട് നൽകപ്പെട്ടവൻ എന്നാണ് വാക്കിൻ്റെ പേര്. അപ്പോൾ കാലനെയും ജയിച്ചു, കുബേരനെ ജയിച്ചു. അതാണ് കൃഷ്ണനും ബലരാമനും ഗോപികളും എല്ലാവരും കൂടി സന്ധ്യ കഴിഞ്ഞ് രാത്രിയിൽ കാളിന്തിയുടെ തീരത്ത് ഇരുന്ന് നർമ്മസല്ലാപത്തിലങ്ങനെ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് കൃഷ്ണൻ ഈ മറ്റേ തൻ്റെ ഓടക്കുഴൽ വായിക്കണം. എല്ലാവരും അതിലെങ്ങനെ മുഴുകിയിരിക്കുമ്പോഴാണ് ശംഖചൂടൻ, കുബേരൻ്റെ വൃത്തിനായ ശംഖചൂടൻ വന്ന്, വലിയ ഭീമാകാരനവൻ, അവൻ സ്ത്രീകളെ കുറേ അങ്ങോട്ട് വാരിയെടുത്തു. 2 കൈ കൊണ്ടും അങ്ങോട്ട് വാരിയെടുത്തിട്ട് ഓടി ഒരൊറ്റ ഓട്ടം. അപ്പോഴേക്കും എല്ലാവരും നിലവിളിച്ചു. കൃഷ്ണൻ ബലരാമനും പിന്നാലെ പോയി. കൃഷ്ണൻ പറഞ്ഞു, ഏട്ടൻ ഇവിടെ നിന്നാൽ മതി, ഞാൻ അവൻ്റെ പിന്നാലെ പോവാം. എപ്പോൾ കൃഷ്ണൻ വരണമെന്ന് കണ്ടു, അവൻ സ്ത്രീകളെയൊക്കെ വിട്ടു. അവൻ ഓടി, ഭഗവാൻ പോയി പിന്നാലെ പോയി പിടിച്ച് അവനെ കൊന്ന് അവൻ്റെ തലയിലുള്ള രത്നം, ശിരോരത്നം, ആ രത്നത്തിനെ കൊണ്ടുവന്ന് ഏട്ടന് കൊടുക്കുകയുണ്ടായി. അപ്പോൾ കുബേരനെയും ജയിച്ചു. എല്ലാ ദേവന്മാരെയും, അതാണ് സർവസർവാദിജൈത്രം, ശിവൻ മുതലായ എല്ലാ ദേവന്മാരെയും. ശിവനെ എങ്ങനെയാണ് ജയിച്ചത്? മൃഗാസുരൻ്റെ എന്നുള്ളതായ ഭയമുണ്ടായി ശിവന്. ആ മൃഗാസുരൻ എന്നുള്ളതായ ഭയത്തിനെ കൃഷ്ണൻ തന്നെ ഒരു വടുവിൻ്റെ രൂപത്തിൽ, കൃഷ്ണൻ എന്ന് പറയുന്നത് വിഷ്ണുവാണ്, ഓർമ്മ വേണം,
ഒരു വടുവിൻ്റെ രൂപത്തിൽ വന്ന് അവനെ ഭ്രമിപ്പിച്ച് അവനെ തന്നെ ആ കൈ മുകളിലേക്ക് കാണിച്ച് അവൻ്റെ ശരീരത്തിനെ നശിപ്പിച്ചു. അങ്ങനെ ശിവനെ രക്ഷിച്ചു. പിന്നെ ശിവൻ തൻ്റെ മോഹിനി രൂപത്തിൽ ഭ്രമിച്ച് മോഹിനിയെ ആലിംഗനം ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ ശിവനെ ജയിച്ചു. പിന്നെ ബാണാസുരൻ്റെ അവിടെ ശൈവജ്വരം വിഷ്ണുജ്വരം രണ്ടും ഉണ്ടായിരുന്നു. അതിൽ ശൈവജ്വരത്തിനെ വിഷ്ണുജ്വരം നശിപ്പിച്ചു. അങ്ങനെ എല്ലാവിധത്തിലും വിഷ്ണു ശിവനെയും ജയിച്ചു. എവിടെ നമ്മൾ വിഷ്ണു പറയുന്നു, ശ്രീകൃഷ്ണനെയാണ് കാണേണ്ടത്. ഇനി ഭൃഗാസുരൻ്റെ പറഞ്ഞു. ഭൃഗു മഹർഷിയുടെ പരീക്ഷണം നമ്മൾ ഇപ്പോൾ 89 വായിച്ചതേയുള്ളൂ. ഭൃഗു മഹർഷിയുടെ പരീക്ഷണം. ആരാണ് ശാന്തമൂർത്തി, ത്രിമൂർത്തികളിൽ ആരാണ് ശാന്തമൂർത്തി എന്ന് കാണിക്കാൻ 89ാമത്തെ ദശകത്തിൽ ബ്രഹ്മാവ് ദേഷ്യപ്പെട്ടു, ശിവൻ ദേഷ്യപ്പെട്ടു. വിഷ്ണു മാത്രം നെഞ്ഞത്ത് ചവിട്ടിയിട്ടും ദേഷ്യമില്ലാതെ കണ്ട് അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് കാല് കഴുകി. അപ്പോൾ ശാന്തമൂർത്തി വിഷ്ണു മാത്രം തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഏത് യജ്ഞം ഉണ്ടെങ്കിലും ആ യജ്ഞത്തിൻ്റെ ഫലം വിഷ്ണുവിനാണ് നൽകേണ്ടത് എന്ന് തീർച്ചയാക്കി. ഭൃഗുമുനി മോഹിനിയുടെ നമ്മൾ പറഞ്ഞു, അംബരീഷൻ ദുർവാസാവിനെ തോൽപ്പിച്ചിട്ട് അതാണ് തൻ്റെ ഭക്തനെ അംബരീഷനെ ഉപദ്രവിച്ചതായ ആ ദുർവാസാവിനെ ശാന്തനാക്കിയത് വിഷ്ണു തന്നെയാണ്. മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല, ഒരു ദേവനും ചെയ്യാൻ സാധിച്ചില്ല. വിഷ്ണു പറഞ്ഞു ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ആരെയാണോ ഉപദ്രവിച്ചത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകണം. അവൻ എൻ്റെ ഭക്തനാണ്, ഞാൻ ഭക്തദാസനാണ്. അഹമൃഷേനു ഭക്തദാസഹ എന്ന് പറഞ്ഞ് അംബരീഷൻ്റെ അടുത്തേക്ക് അയച്ച് ഇതായി. അപ്പോൾ എല്ലാ കഥകളിലും അപ്പോൾ ഈ 3-4 പറഞ്ഞുള്ളൂ എങ്കിലും ഇത് മുഴുവൻ നമുക്ക് ഓർമ്മ വേണം. ഭൃഗുമുനി മോഹിന്യംബരീഷാദിവൃത്തേഷു. മൃഗാസുരൻ്റെ കഥ, ഭൃഗുമുനിയുടെ കഥ, മോഹിനിയുടെ കഥ, അംബരീഷൻ്റെ കഥ ആദി മുതലായ വൃത്തേഷു എല്ലാ കഥകളിലും ചരിത്രങ്ങളിലും ഐ ഭഗവൻ, ഐ പരമാത്മൻ എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗുരുവായൂരപ്പൻ പരമാത്മാവ് തന്നെയാണ്. തവ ഹി മഹത്വം, അങ്ങയുടെ മഹത്വമാണ് ഇഹസ്ഥിതം, ഈ ലോകത്തിൽ ഉറപ്പിച്ചിരിക്കുന്നത്. സ്ഥിതം ഉറപ്പിച്ചത് ഈ ലോകത്തിൽ ഏതിലാണ് അത് ഉറപ്പിച്ചത്? ഭാഗവതാദി പുരാണങ്ങളിൽ. എന്താ അത് ഉറപ്പിച്ചിരിക്കണേ? സർവസർവാദിജയിത്രം, ശിവൻ മുതലായ എല്ലാ ദേവന്മാരെയും ജയിക്കുന്നു. അപ്പോൾ ഈ ഭഗവാൻ ആരാണ്? നിഷ്കളനായ പരമാത്മാവ്. നിഷ്കളൻ എന്ന് പറഞ്ഞാൽ കലകളില്ലാത്തവൻ, അവയവങ്ങളില്ലാത്തവൻ. നിർഗുണൻ, ഗുണമില്ലാത്തവൻ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഗുണമില്ല, അങ്ങനെയല്ല. മായയുടെ 3 ഗുണങ്ങൾ ബാധിക്കാത്തവൻ. സത്വരജസ്തമോ ഗുണാത്മീയായിട്ടുള്ള മായയുടെ ഗുണം ബാധിക്കാത്തവൻ. അങ്ങനെയുള്ള ആ ഭഗവാൻ തന്നെയാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ നിഷ്കളനായിരിക്കുന്ന പരമാത്മാവ്. അർവാക്ക് താഴെയുള്ളവർ. താഴെ ആരാ ഉള്ളത്? ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ. വൈഷ്ണവ സിദ്ധാന്തം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വൈഷ്ണവ സിദ്ധാന്തം ഏറ്റവും മുകളിൽ പരമാത്മാവ്. ആ പരമാത്മാവിൻ്റെ ചൈതന്യമാണ് ലോകം മുഴുവൻ പ്രസരിക്കുന്നത്. അദ്ദേഹം നിഷ്കളൻ. നിഷ്കളൻ എന്ന് പറഞ്ഞാൽ കലകളില്ലാത്തവൻ, മായയുടെ 3 ഗുണങ്ങൾ ബാധിക്കാത്തവൻ.
ആ പരമാത്മാവ് ഈ തൻ്റെ മായയുടെ സത്വഗുണത്തിനെ സ്വീകരിച്ച് രൂപമെടുത്ത് വരുന്ന ആളാണ് വൈകുണ്ഠനാഥൻ. അദ്ദേഹം നിഷ്കളൻ എന്നവിടെ പറയുമ്പോൾ സകളനാണ്. നിർഗുണൻ എന്ന് പറഞ്ഞാൽ സഗുണനാണ്. ഇവിടെ നിർഗുണൻ, ഇവിടെ സഗുണൻ. ഈ ഭഗവാൻ ആണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ച് ഓരോ ബ്രഹ്മാണ്ടത്തിലും 14 ലോകങ്ങൾ, ഓർമ്മ അനന്തകോടിയാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിച്ച് ഓരോ ബ്രഹ്മാണ്ടത്തിലും 14 ലോകങ്ങൾ, അതിലേറ്റവും മുകളിലുള്ളതായ സത്യലോകം മാത്രമാണ് നമുക്കിപ്പോൾ വേണ്ടത്. ആ സത്യലോകത്തിൽ 3ആയിട്ട് വിഭജിച്ചിട്ട് താഴത്ത് ബ്രഹ്മാവിൻ്റെ ലോകം, നടുവിൽ വിഷ്ണുവിൻ്റെ, മുകളിൽ ശിവൻ്റെ. ഇതാണ് വൈഷ്ണവ സിദ്ധാന്തം. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ഹേ പരമാത്മൻ നിഷ്കള അർവാക് അഭിന്നം. നിഷ്കളനായ പരമാത്മാവിൽ അർവാക് താഴെയുള്ളതായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരിൽ ഒരേപോലെ ഒരു ചൈതന്യം, അഭിന്നം, യാതൊരു വ്യത്യാസമില്ലാത്ത ഒരു ചൈതന്യം. യത് കിമപി അവഭാതം, കിമപി യത് അവഭാതം തദ് രൂപം തവേവഹി. അത് അങ്ങയുടെ രൂപം മാത്രമാണ്. ആരുടെ രൂപം? വൈകുണ്ഠനാഥൻ്റെ. വൈകുണ്ഠനാഥനാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ ഗുരുവായൂരപ്പൻ തന്നെയാണ് ബ്രഹ്മാവായിരിക്കുന്നത്. അപ്പോൾ ഏതിനെയാണ്? രജോഗുണത്തിനെ സ്വീകരിച്ച ഗുരുവായൂരപ്പൻ. വിഷ്ണു സത്വഗുണത്തിനെ സ്വീകരിച്ച ഗുരുവായൂരപ്പൻ. ശിവൻ തമോ ഗുണത്തിന് സ്വീകരിച്ച ഗുരുവായൂരപ്പൻ. വൈകുണ്ഠനാഥൻ ഗുരുവായൂരപ്പൻ തന്നെ. ഇത് നിഷ്കളനായ ഗുരുവായൂരപ്പൻ. പരമാത്മാവ് നിഷ്കളനായ ഗുരുവായൂരപ്പൻ. അപ്പോൾ മേൽപ്പത്തൂർ എന്താ പറയണത്? ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ. നിഷ്കളനായ പരമാത്മാവിലും സകലനായ വൈകുണ്ഠനാഥനിലും താഴത്തുള്ളതായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരിലും ഇരിക്കുന്നത് ഒരേ ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പൻ എല്ലാവരെയും ജയിച്ചിരിക്കുന്നു. സർവ ശർവ ആദി ജയിത്രം. ശർവൻ ശിവൻ, ശിവൻ മുതലായ ശിവനാണ് കൂടുതൽ പിന്നെ ശ്രേഷ്ഠൻ. എല്ലാവരെയും ജയിച്ചിരിക്കുന്നു. ആരെയൊക്കെ ജയിച്ചു നമ്മൾ കണ്ടു. 37ാമത്തെ ദശകം തൊട്ട് 89ാമത്തെ ദശകം വരെ ആ ഭഗവാന്റെ ലീലകൾ എപ്പോഴും നമ്മൾ അന്വയത്തോടുകൂടി മനസ്സിലാക്കണം. അതാണ് ആദ്യം ഐ പരമാത്മൻ, അല്ലയോ പരമാത്മാവേ. ആ പരമാത്മാവേ എന്ന് വിളിക്കുന്ന ആരെയാണ്? ഗുരുവായൂരപ്പനെ. ഗുരുവായൂരപ്പനെയാണ്. ഹേ ഗുരുവായൂരപ്പ, മൃഗാസുരൻ്റെ, ഭൃഗുമുനിയുടെ, മോഹിനിയുടെ, അംബരീഷൻ്റെ അങ്ങനെയുള്ള എല്ലാ കഥകളിലും വൃത്തം, ചരിത്രം അല്ലെങ്കിൽ കഥ, തവ മഹത്വം അങ്ങയുടെ മാഹാത്മ്യം, സർവസർവാദി ചൈത്രം, ശിവൻ മുതലായ എല്ലാ ദേവന്മാരെയും ജയിക്കുന്നത്, ചൈത്രം ജയിക്കുന്നത് എന്ന് ഇഹസ്ഥിതം ഇവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ ലോകത്തിൽ ഉറപ്പിച്ചു, ഭാഗവതാദി പുരാണങ്ങളിൽ ഉറപ്പിച്ചു. എങ്ങനെ ഇരിക്കണം ഈ ഭഗവാൻ? നിഷ്കള അർവാക്
അഭിന്നം. നിഷ്കളനായ പരമാത്മാവിലും അർവാക് താഴെയുള്ളതായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരിലും അഭിന്നം യാതൊരു വ്യത്യാസവുമില്ലാതെ യത് അവഭാതം ഏതൊരു ചൈതന്യമാണോ പ്രകാശിക്കുന്നത് തത് രൂപം തവേവഹി അത് അങ്ങയുടെ രൂപം തന്നെയാണ്, അങ്ങയുടെ ചൈതന്യം തന്നെയാണ്. ഇത് ഉറയ്ക്കണം. ആദ്യത്തെ ഒരൊറ്റ ശ്ലോകത്തിൽ മതി. പക്ഷേ ഇത് വൈഷ്ണവന്മാരുടെ സിദ്ധാന്തമാണ്, ശൈവന്മാർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ശൈവന്മാരുടെ സിദ്ധാന്തം കൂടി നോക്കണം. അതാണ് ശ്ലോകം 2, രണ്ടാമത്തെ ശ്ലോകത്തിൽ കടക്കണം. മൂർത്തിത്രയേശ്വര സദാശിവ പഞ്ചകം യത് പ്രാഹു. ശൈവ സിദ്ധാന്തത്തിൽ താഴത്തുള്ള മൂർത്തിത്രയം വൈഷ്ണവന്മാരെ പോലെ തന്നെ അവർക്കും താഴത്ത് ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ തന്നെ, ശിവൻ തന്നെയാണ്. പിന്നെയോ അതിൻ്റെ മുകളിൽ ഈശ്വരൻ, അതിൻ്റെ മുകളിൽ സദാശിവൻ. ഇതാണ് ശൈവ സിദ്ധാന്തം. ഏറ്റവും വലിയ ആള് സദാശിവൻ, നിഷ്കളൻ. അതിൻ്റെ താഴത്ത് ഈശ്വരൻ, സകളൻ. മായയുടെ ഗുണങ്ങളുണ്ട്. ആ ഈശ്വരനാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കുന്നത്. ഓരോ ബ്രഹ്മാണ്ടത്തിലും 14 ലോകം. അതിൽ ഒരു ലോകമേ നമ്മൾ എടുക്കുന്നുള്ളൂ, സത്യലോകം. വൈഷ്ണവ സിദ്ധാന്തം പോലെ തന്നെ അവിടെയും 3 ദേവന്മാർ, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. മൂർത്തിത്രയ ഈശ്വര, മൂർത്തിത്രയ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. അതാണ് മൂർത്തിത്രയം. അതിൻ്റെ മുകളിൽ ഈശ്വരൻ, അതിൻ്റെ മുകളിൽ സദാശിവൻ. അങ്ങനെ പഞ്ചകം, 5 പേര്. യത് പ്രാഹുഹു ശൈവന്മാർ പറയുന്നത്. നമ്മളിത് വൈഷ്ണവന്മാർ, അത് ശൈവന്മാർ. അതിൽ ഈ പരമാത്മാവ് തന്നെയാണ് സദാശിവൻ. ആരാണ് പരമാത്മാവ്? നിങ്ങൾ കണ്ടു, ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂരപ്പനാണ് പരമാത്മാവ്, ഗുരുവായൂരപ്പനാണ് വൈകുണ്ഠനാഥൻ, ഗുരുവായൂരപ്പനാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായിട്ടിരിക്കുന്നത്. അത് നമ്മൾ കണ്ടു. അപ്പോൾ അവർ പറയുന്ന സദാശിവൻ ആണ് നമ്മുടെ പരമാത്മാവാണ് അവരുടെ സദാശിവൻ, നമ്മുടെ വൈകുണ്ഠനാഥനാണ് അവരുടെ ഈശ്വരൻ. പിന്നെ മറ്റൊരു വ്യത്യാസമില്ല, 3ഉം ഒന്ന് തന്നെ. എന്തിനാങ്ങനെ വന്നത്? അന്ന് പക്ഷപാതമുനിയുടെ കാലത്ത് എന്തെന്നില്ലാത്ത ഒരു തർക്കമുണ്ടായിരുന്നു വൈഷ്ണവന്മാരും ശൈവന്മാരും. അവർ തമ്മിൽ അന്യോന്യം ബന്ധപ്പെട്ടിരുന്നില്ല. ക്ഷേത്രങ്ങളിൽ പോവില്ല, ബന്ധം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആ വ്യത്യാസത്തിനെ കാണിക്കാൻ വേണ്ടിയാണ് ഇതാണ്. ഇന്നിപ്പോൾ അതില്ല. ഇന്നിപ്പോൾ നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും പോകുന്നു, എല്ലാം നമ്മൾ അംഗീകരിച്ചു. അപ്പോൾ മൂർത്തിത്രയങ്ങൾ ബ്രഹ്മ, വിഷ്ണു, ശിവൻ ഇവിടുത്തെ പോലെ തന്നെ വൈഷ്ണവന്മാരെ പോലെ തന്നെ ശൈവന്മാർക്കും ഉണ്ട്. അതിൻ്റെ മുകളിലുള്ള പേരിനാണ് വ്യത്യാസം. ഈശ്വരൻ, സദാശിവൻ. അത് ഇവിടുത്തെ പരമാത്മാവാകുന്ന ഗുരുവായൂരപ്പൻ തന്നെയാണ് സദാശിവൻ. വൈകുണ്ഠനാഥനാകുന്ന ഗുരുവായൂരപ്പൻ തന്നെയാണ് ഈശ്വരൻ. വൈകുണ്ഠനാഥനാകുന്ന ബ്രഹ്മ, വിഷ്ണു, ശിവൻ തന്നെയാണ് അവിടെയും. പരാത്മവപുരേവ സദാശിവോസ്മിൻ അസ്മിൻ പരാത്മവപുഹു സദാശിവ. പരമാത്മാവ് തന്നെയാണ് സദാശിവൻ. ഈശ്വരസ്തു അവരുടെ ഈശ്വരൻ ആരാണ്? വികുണ്ഠപദം, വൈകുണ്ഠപദത്തിലിരിക്കുന്ന ഗുരുവായൂരപ്പൻ. ത്വമേവ ഗുരുവായൂരപ്പനോടാണ് സംബോധന ചെയ്ത് പറയുന്നത്. ത്വമേവ അങ്ങ് തന്നെ. പിന്നെയോ ത്രിത്വം പുനർഭജസി
താഴത്തുള്ള ആ 3 ദേവന്മാരെ സൃഷ്ടിക്കാൻ ബ്രഹ്മാവ് രജഗുണത്തിനെ ആശ്രയിച്ച്, പരിപാലനത്തിന് വിഷ്ണു സത്വഗുണത്തിനെ ആശ്രയിച്ച്, സംഹാരത്തിന് തമോഗുണത്തിനെ ആശ്രയിച്ച് ശിവൻ. ത്രിത്വം പുനർഭജസി സത്യപദേ ത്രിഭാഗേ. സത്യപദി, സത്യലോകത്തിൽ 3 ലോകങ്ങൾ വേറെ വേറെ, ബ്രഹ്മലോകം, വിഷ്ണുലോകം, ശിവലോകം. ഇവിടെ അതുപോലെ തന്നെ. അപ്പോൾ മേൽപ്പത്തൂരിൽ ഇപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഈ പേരിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. നാമത്തിലുള്ളതായ ആ വ്യത്യാസമാണ് ഉള്ളത്. അത് നമ്മൾ കാര്യമായിട്ട് എടുക്കാൻ പാടില്ല. എല്ലാം ഒരേ ആൾ തന്നെ. ഇവിടെ മേൽപ്പത്തൂർ പറയണു ഗുരുവായൂരപ്പൻ. നിങ്ങളതിന് ഈശ്വരനെന്നും സദാശിവനെന്നും ഒക്കെ പറഞ്ഞോളൂ. ആള് ഒന്നാണ്, പേരിൽ വ്യത്യാസം. രാമകൃഷ്ണദേവൻ എപ്പോഴും ഒരു കഥ പറയും. 3-4 സന്യാസിമാർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നു. അവർ ഒരു കുളത്തിൽ ഇറങ്ങി. അതിൽ മലയാളിയായിട്ടുണ്ടായി. അയാൾ വെള്ളം കുടിച്ചു. അപ്പുറത്തെ തമിഴുണ്ട്, അയാൾ തണ്ണി കുടിച്ചു. അപ്പുറത്തെ ഒരു ഹിന്ദുസ്ഥാനിക്കാരുണ്ട്, അയാൾ പാനി കുടിച്ചു. അപ്പുറത്തെ ഒരു ഇംഗ്ലീഷുകാരുണ്ട്, അയാൾ വാട്ടർ കുടിച്ചു. വസ്തു എന്താണ്? ഒന്ന്. വെള്ളമാണ് എല്ലാവരും ഉപയോഗിച്ചത്. അതുപോലെ നിങ്ങൾ പേര് എന്തു പറഞ്ഞാലും എല്ലാം ഏകനായ ഗുരുവായൂരപ്പനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഗുരുവായൂരപ്പനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് ഉറപ്പിക്കുകയാണ് മേൽപ്പത്തൂർ. ഡോക്ടർ BC ബാലകൃഷ്ണൻ ഈയിടെ പോയി, കഴിഞ്ഞ കൊല്ലം പോയി. അദ്ദേഹം പറയുന്നത് ഈ ചർച്ച ആവശ്യമേ ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നുവെച്ചാൽ ഇന്നിപ്പോൾ അതില്ല, പക്ഷെ അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ മേൽപ്പത്തൂർ എഴുതാൻ കാരണം എന്നാണ്. എന്തെന്നില്ലാത്തതായ ഒരു സ്പർദ്ധ വൈഷ്ണവന്മാരും ശൈവന്മാരും തമ്മിലുണ്ടായിരുന്നു. അതിനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പേരിൽ വ്യത്യാസം വരുന്നു. നിങ്ങൾ ഇപ്പോൾ വ്യത്യാസം എവിടെ വരുന്നത്? ഈശ്വരൻ സദാശിവൻ, അത് ഇവർ തന്നെയാണ്. ഗുരുവായൂരപ്പനായ വൈകുണ്ഠനാഥനും ആണ് ഈശ്വരൻ. പിന്നെ ഗുരുവായൂരപ്പനായ പരമാത്മാവാണ് സദാശിവൻ. പേരിൽ വ്യത്യാസമുള്ളൂ, ആള് ഒന്ന് തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അവർ ചോദിക്കണു, അങ്ങനെ ഈ വിഷ്ണുവിന് ശിവനൊന്നും ഭേദമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ വിഷ്ണുവിന് ഉത്കർഷം പറയണ്ടേ? അത് ശിവന് പറഞ്ഞൂടെ? നിങ്ങൾ പറയുന്നപ്പോൾ വിഷ്ണുവാണ് ഏറ്റവും ശ്രേഷ്ഠൻ, ഞങ്ങൾ പറയുന്നു ശിവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അതാണ് 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്.